ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗൈഡൻസ് എന്താണ്, അല്ലെങ്കിൽ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് റിലേഷൻഷിപ്പിനെ, പേഴ്സണെ കുറിച്ച് നോക്കാം. ഓക്കെ, ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന എനർജി. നമുക്ക് 2 കാർഡ്സ് കൂടി എടുക്കാം. പോസിറ്റീവ് തോട്ട്സ്, ആൻഡ് ജോയ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 3 മെസ്സേജസ്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 3 മെസ്സേജസ് ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഫസ്റ്റ് ലവ് യുവർ സെൽഫ് എന്നുള്ളൊരു മെസ്സേജാണ്. അതായത് സെൽഫ് ലവ്, അല്ലെങ്കിൽ സെൽഫ് ലവ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അട്രാക്റ്റിംഗ് ലവ് ഫ്രം അതേഴ്സ്. അപ്പോൾ സെൽഫ് ലവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും റീഡിങ്സിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എടുത്ത് പറയേണ്ടതില്ല എന്നുണ്ടെങ്കിൽ പോലും കുറേ വ്യക്തികൾ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാതെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെയുള്ളൊരു പ്രാധാന്യം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ട്, അത് തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാർട്ണറായിട്ട് സെപ്പറേഷനിലായിരിക്കും, ചിലപ്പോൾ കൂടെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ അവരെങ്ങനെ തിരിച്ചു വരുത്താം, ഇനി അവർ ഓൺലൈനിലുണ്ടോ, ഇങ്ങനെ മൊത്തം നമ്മളുടെ കണ്ണ് മുഴുവൻ ആ ഒരു വശത്തേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. കൂടുതലൊരു ശ്രദ്ധ അവിടെ കൊടുക്കുന്നു, എനർജി കൊടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേസമയം നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു സമയം നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതൊന്നും ചിന്തിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സർവ്വം ഒഴിഞ്ഞു വെച്ച വ്യക്തികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മൾ ആരുടെയെങ്കിലും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് മറ്റുള്ളവർ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. നമ്മളുടെ സന്തോഷങ്ങൾ, നമുക്കെന്താണോ ഇഷ്ടം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് മാത്രമേ കഴിയുള്ളൂ. നമുക്കാണ് അറിയുന്നത് എന്ത് കാര്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്, എന്താണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നമുക്ക് വേണ്ടതെന്ന് അറിയുന്നത് നമ്മളാണ്. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യങ്ങൾ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയും കുറച്ച് സ്പേസ് മാറ്റി വെക്കണം. നമ്മളുടെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്. നമ്മളെ നോക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പോസിറ്റീവ് തോട്ട്സ് എന്നുള്ളൊരു കാര്യമാണ്. യുവർ തോട്ട്സ് ഷേപ്പ് യുവർ റിയാലിറ്റി, കീപ് ദം പോസിറ്റീവ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മളുടെ വിചാരങ്ങൾ, അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ ചിലവർ എന്ത് പറഞ്ഞ് അവസാനം വന്ന് ഫൈനലിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു നെഗറ്റീവിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചില വ്യക്തികളൊക്കെ ദുരന്തം എന്നൊക്കെ വിളിക്കുന്ന പറയുന്ന പോലെ, അവർ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ അവസാനം അവർ നെഗറ്റീവിലേക്ക് ശോകമായിപ്പോവും. അവരോട് 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കുന്ന വ്യക്തി പോലും ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേന്ന് ചിന്തിക്കും. ആ ഒരു തരത്തിലുള്ള ഒരു നേച്ചറിൽ ഉള്ള ഒരു ആൾക്കാരുണ്ട്. കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ള ഒരു ഇതിൽ പോകും. ചിലപ്പോൾ അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, അതിന് നിങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളുടെ ആ ഒരു പോസിറ്റീവ് ചിന്തകൾ തന്നെയാണ് നമ്മളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ പോസിറ്റീവ് തോട്ട്സിലോട്ട് പോവുക. ആൻഡ് ഫൈനലി ജോയ് എന്നുള്ളതാണ്. ജോയ് ഇൻ ദ ലിറ്റിൽ തിങ്സ് എവറി ഡേ. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ചിലവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഓ, അതൊക്കെ നിസ്സാരമല്ലേ എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയൊരു കാര്യമായിരിക്കും, അതിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരു കൊച്ചു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത്
എനിക്ക് സന്തോഷം തരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. വേറെ ഒന്നും എനിക്ക് സന്തോഷം തരില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കാതെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളുടെ ഒരു ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന മെസ്സേജസ്. അപ്പോൾ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Okay, 6 of Wands, Magician, 3 of Swords, 2 of Cups, 5 of Wands, Temperance, 10 of Swords, 8 of Swords, Lovers, Star, King of Swords, Emperor, Page of Cups and Empress. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മിക്സിംഗ് അപ്പ് ഓഫ് എനർജീസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെ പോയിട്ടുണ്ടാവാം. ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുള്ളത്. നിങ്ങളെ ആ ഒരു സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് പോലെ അത്രയും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖം നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം തന്നോ അതുപോലെ തന്നെ നിങ്ങളെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളതും ഈ ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കണം. അതായത് നമ്മൾ രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത് പോലെ തന്നെ പല കാര്യത്തിലും നമ്മൾ ആ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് പോലെ, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുന്ന പോലെ തന്നെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ സങ്കടം, ആ ഒരു രണ്ട് എക്സ്ട്രീമും നിങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയേറെ കോൺഫിഡൻ്റ് ആയിരുന്നിരിക്കാം. മാത്രമല്ല ചില റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് ആ ഒരു വ്യക്തിയോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ആ ഒരു വ്യക്തി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള പല സംഗതികൾ കാരണം നമ്മൾ ഒരു കോൺഫിഡൻസ് എന്നല്ല, ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവാം നിങ്ങൾ. അത്രയേറെ ഒരു മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിനകത്ത് ഇത്രയേറെ വിഷമിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയി മാറി നിൽക്കേണ്ടുന്ന അവസരം വരും എന്നൊന്നും നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് പാറ്റേണിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, സ്റ്റാർട്ടിങ്ങിൽ അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഓക്കെ ആവാത്ത സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവുമെന്ന് ചില ബന്ധങ്ങളിൽ നമുക്ക് ആദ്യമേ ഒരു നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ അത്രയേറെ ഒരു എന്താ പറയുന്ന ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് ഉള്ളിലായിരുന്നു നിങ്ങൾ. ചിലപ്പോൾ ആ ഒരു സർക്കിളിനകത്തേക്ക് മറ്റാരും നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലാതെ മറ്റൊരു ലോകം ഇല്ല എന്ന് കരുതിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുമാത്രമല്ല ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അത്രയും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ട്. അത് ചിലപ്പോൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. അതൊരു പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ആ ഒരു നമ്മൾ പറഞ്ഞതുപോലെ ഹൈ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീക്കിലേക്ക് പോയൊരു സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങൾ വന്ന ശേഷമായിരിക്കാം മനസ്സിലായിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഈ ഒരു വ്യക്തിക്ക് എൻ്റെ ലൈഫിലുള്ള ഒരു സ്പെഷ്യാലിറ്റി, മറ്റാരെയും സ്നേഹിക്കാത്തതുപോലെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു. അവർ ഒന്ന് നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പരിഭവിച്ചാൽ പോലും എന്തുകൊണ്ട് ഞാൻ ഇത്രയും വറീഡാവുന്നു, ടെൻഷൻ അടിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത്രയേറെ ഒരു ആത്മബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു DF DM എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനകത്ത് കാണാം.
ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ടു ഓഫ് കപ്സ് എനർജി ആയിക്കോട്ടെ, ലവേഴ്സ് എനർജി ആയിക്കോട്ടെ, എംപറർ എംപ്രസ് എനർജി ആയിക്കോട്ടെ, ആ ഒരു രീതിയിലാണ്. എംപറർ എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും എംപററിൻ്റെ ഒരു പെയർ, അല്ലാന്നുണ്ടെങ്കിൽ അവരാണ് ആ ഒരു പെയറായിട്ട് ഇരിക്കേണ്ടുന്ന രണ്ട് വ്യക്തികൾ, എംപ്രസ് ആണ്. നേരെ തിരിച്ചും ആ ഒരു പൊരുത്തമുള്ള ജോഡികൾ എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് എനർജീസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെയും ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ മറ്റുള്ളവർ നോക്കി അസൂയോടെ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമ്മൾ പെർഫെക്റ്റ് മാച്ച് ആണെന്നൊക്കെ പറയുന്ന രീതിയിൽ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകൾ അസൂയപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത്. അപ്പം അത്രയും ആ ഒരു ബോണ്ടിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. വളരെ മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏജ് വൈസ് മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ വൈസ് അതുപോലെയുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും പല പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ വളരെ സക്സസ് ആയിട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവും. അതായത് ആ ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അപ്പോൾ കുറച്ച് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ പോകുന്നു, വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു, വീണ്ടും അതൊരു ഓഫ് സിറ്റുവേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിന് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലാത്ത രീതിയിൽ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നു. വീണ്ടും അത് കോംപ്രമൈസ് ആവുകയോ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുന്നു, വീണ്ടും മറ്റുള്ള ഇന്റർഫിയറൻസ് ഉണ്ടാവുന്നു. ആ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് നല്ലതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കുറ്റം പറഞ്ഞായിരിക്കില്ല. ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജീസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് പറഞ്ഞായിരിക്കും ഇതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും തീരുമാനമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നില്ല. പകരം മറ്റാരുടെയെങ്കിലും ഒരു സാന്നിധ്യം ഇതിനകത്ത് കയറി വരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇന്റർഫിയറൻസ് കൊണ്ടുമാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സാഹചര്യം എന്താണെന്നുണ്ടെങ്കിലും ചിലവർക്കിത് തീർത്തും ഒരു നോ കോണ്ടാക്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇനി ഇതിപ്പോൾ എൻഡായി പോയോ, ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കാം ഇത് കൂടുതൽ റെസൊനേറ്റ് ആവുന്നത്. ആ ഒരു തരത്തിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഒരു പേഴ്സണ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന്, ഇപ്പോൾ നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനകത്ത് ഉള്ള ആ ഒരു ഫീലിങ്ങിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പുറമേ കാണിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നുമല്ല. ഇപ്പോൾ ചിലർ പുറമേ സംസാരിക്കുന്നു അല്ലെങ്കിൽ വലിയ സ്നേഹം കാണിച്ച് ചിരിച്ച് കാണിക്കുന്നു എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അതിനകത്തൊരു സ്നേഹവും കാര്യങ്ങളും ഉള്ളപ്പോഴാണ് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു എനർജിയിലുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ വെറുക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും മനസ്സുകൊണ്ട് വെറുക്കാനോ കംപ്ലീറ്റ്ലി ഒഴിവാക്കി വിടാനായിട്ടോ കഴിയില്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. കറൻ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിനു മുൻപും ഒരുപാട് സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകേണ്ടുന്ന അവസ്ഥ വന്നപ്പോൾ പോലും ആ ഒരു പേഴ്സണും അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല ആ ഒരു പേഴ്സണെ എൻ്റെ ഒപ്പം വേണം എന്ന് വിചാരിക്കുന്ന വേറെ പലരും അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ അവർക്ക് സുഹൃത്തുക്കൾ കൂടുതലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു എനർജി ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സണെ കയ്യെത്തി പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന വേറെ എനർജീസ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസ് ചെറുതായിട്ടെങ്കിലും വരുമ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാത്ത ഒരു അവസ്ഥയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഹാഷായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടായെന്ന് വരാം. ഒരു പക്ഷേ കുറച്ച് പേരുടെയെങ്കിലും വ്യക്തി വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പ്രത്യേകിച്ച് വഴക്കിടുകയോ അല്ലെങ്കിൽ അകന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഈഗോയുടെ അങ്ങേയറ്റം അല്ലെങ്കിൽ മാക്സിമത്തിലേക്ക് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഉള്ളിൽ എന്തൊക്കെ ഫീലിങ്സ് ഇമോഷൻസ് ഉണ്ടെങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് കടിച്ചു പിടിച്ച് നിന്നുകൊണ്ട് ആ ഒരു ഗർവിൻ്റെ ഒരു ഫേസ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അഹങ്കാരത്തിൽ തന്നെ
മുന്നോട്ട് പോകുക. അവരുടെ മൈൻഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് റിവീൽ ചെയ്യാത്ത ഒരു ഇൻസിഡൻസോ കാര്യങ്ങളോ ഒക്കെ ഇതിനകത്ത് ഉണ്ടായെന്ന് വരാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷന് മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഫേസ് മാസ്ക് ഇട്ട് നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ദേഷ്യം കാണിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളോട് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അവരുടെ ആ ഒരു കപ്പ് ഓഫ് ലവ് അവരായിട്ട് തന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരുപാട് പ്രാവശ്യം ഈ പറഞ്ഞതുപോലുള്ള പല ഇൻസിഡൻസും നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ സ്നേഹമുള്ളപ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അത് നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് പോലും അത്രയും ഷോ ഓഫ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ബന്ധത്തിനകത്ത് ഇപ്പോഴുള്ള നിലപാട് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേഷനിലൊക്കെ ഒക്കെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഗ്രോത്ത് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആർക്കാന എനർജീസ് ആയിട്ട് വന്നിരിക്കുന്ന മെജീഷ്യൻ, അതുപോലെ തന്നെ ടെമ്പറൻസ് എനർജി, എംബറർ, എംബ്രസ്, ലവേഴ്സ്, സ്റ്റാർ, ഈ പറഞ്ഞ എല്ലാ എനർജീസ് ആണെന്നുണ്ടെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജീസാണ്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടിങ്, അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ വേദനകൾ, മുറിവുകൾ, മറ്റുള്ള വ്യക്തികളുടെ എൻറ്ററിങ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും. അത് ആ ഒരു റിലേഷൻഷിപ്പ് വേറൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് കാണിക്കുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഈ ഒരു സമയം തന്ന ഒരു മെസ്സേജിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളൊരു കൊനിഷ്ഠമായിട്ട് ആലോചിക്കാതെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ആലോചിക്കുക. നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത്, റിയൽ ലൈഫിൽ എന്ത് വരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നെഗറ്റീവ് ചിന്തിക്കുന്നതും നമ്മളുടെ ഒരു ഊർജ്ജം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന, അല്ലെങ്കിൽ ആ ഒരു എനർജി തരുന്ന, ആ ഒരു ശക്തി നമ്മളിലേക്ക് തരുന്ന എന്ത് കൊച്ചു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹാപ്പി ആവണം. കാരണം നമുക്ക് അങ്ങനെയുള്ള ചെറിയ ഹാപ്പിനെസ് ഒന്നും സ്വീകരിക്കാൻ പറ്റിയെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനൊന്നും നന്ദി പറയുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ ഹാപ്പിനെസ് ഒന്നും എൻ്റെ കണ്ണിൽ ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നമ്മളുടെ ആ ഒരു നമ്മൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് പകരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രെഡിനുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജസും കൂടിയായിരുന്നു അത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലവ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ എന്ത് ഫ്ലോസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന നന്മകളാണെന്നുണ്ടെങ്കിലും പലതും യൂണിവേഴ്സിൻ്റെ ഡിസിഷനാണ് നമ്മളിലേക്ക് കയറി വരുന്നത്. നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ ഈ ഒരു ജന്മത്തിൽ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ ഉള്ള കർമ്മ ബാഗേജസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച് തീർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു യൂണിവേഴ്സിന് ആരോടും ഒരു പക്ഷാഭേദം, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളോട് സ്നേഹം, കുറച്ച് വ്യക്തികളോട് സ്നേഹക്കുറവ്, ഇതൊന്നും ഇല്ല. അപ്പോൾ നമ്മളത് ഓപ്പണായിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചുരുങ്ങിയ ആ ഒരു മനുഷ്യൻ്റെ ചെറിയ ഒരു നമ്മളുടെ ആ ഒരു ചുരുങ്ങിയ വേവ് ലെങ്ത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മളുടെ ഒരു ഫ്രണ്ട്സിനെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുന്ന നമുക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ എന്നോടിപ്പോൾ ദേഷ്യമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ അത്രയും വലിയ ഒരു ഹൈ എനർജി, അല്ലെങ്കിൽ ആ ഒരു പവറിനെ പോലും നമ്മൾ ചിന്തിക്കുന്നത്. എത്രയോ പേരത് പറയുന്നൊരു കാര്യമാണ്. എന്നോടെന്തോ ഒരു പക്ഷാഭേദം പോലെ കാണിക്കുന്നുണ്ടല്ലോ, എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് പോലും എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചിന്താഗതി ചുരുങ്ങിയത് കൊണ്ടാണ് നമ്മളതങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഒരു വിശാലമായ ലോകം നമ്മൾ കാണാത്തത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, അത് തീർച്ചയായിട്ടും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം യൂണിവേഴ്സ് തരും. അല്ലെങ്കിൽ ആ ഒരു ബിലീഫാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെല്ലാം ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്രോതസ്സ് നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കും എന്നുള്ളത് നമ്മളുടെ ചിന്താഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് റിയലായിട്ട് തന്നെ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ, നിങ്ങളുടെ സ്വസ്ഥത കെടുത്താനൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും
കഴിയുമായിരിക്കും. അതും നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ സ്വസ്ഥത കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വെക്കണം. വേറൊരാള് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. നമ്മളായിട്ട് തന്നെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് ടെൻഷൻ അടുപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്താൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വറീഡ് ആക്കാൻ ഒക്കെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഒക്കെ സാധിച്ചേക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. അതിന് യൂണിവേഴ്സ് തന്നെ വിചാരിക്കേണ്ട കാര്യമാണ്. തേർഡ് പാർട്ടി അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ഓർ വൈ ആരാണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ യൂണിവേഴ്സായിട്ട് തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു ടൈം പീരീഡ് നിങ്ങളിലേക്ക് വരുന്നു. ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതായത് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഗൈഡൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് അർഹതപ്പെട്ടവരുടെ മുന്നിൽ അല്ലെങ്കിൽ ആരാണോ കാണേണ്ടത് അവരുടെ മുന്നിലായിരിക്കും അത് എത്തുക. എല്ലാവരിലേക്കും ചിലപ്പോൾ റീച്ച് ആവണമെന്നില്ല. ഇപ്പോൾ നമ്മളുടെ റെഗുലർ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരിത് കാണാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പായി പോകുന്നുണ്ടാവാം. ചിലപ്പോൾ ഇപ്പോൾ കാണാതെ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും അവരുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില മെസ്സേജസ് അല്ലെങ്കിൽ ചില വീഡിയോസ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഈ പറഞ്ഞ ഗൈഡൻസ് കിട്ടേണ്ടവർ അല്ലെങ്കിൽ അത് കാണേണ്ടവരുടെ മുന്നിലായിരിക്കും എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.